നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ നഗരസഭകളിൽ ഇനി പുതിയ ചെയർമാൻമാർ. കാസർഗോട്ട് ഷാഹിന സലീം, കാഞ്ഞങ്ങാട്ട് VV രമേശൻ, നീലേശ്വരത്ത് PP മുഹമ്മദ് റാഫി. കാസർഗോട്ട് ബൈക്കിന്റെ താക്കോൽ ലിഫ്റ്റ് ബേസ്മെന്റ് ചേംബറിലെ കുഴിയിൽ വീണു, രക്ഷകരായി അഗ്നിരക്ഷാസേന. ക്രിസ്തുമസ് ദിനത്തിൽ മായമില്ലാത്ത കറിപ്പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറിപ്പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്നു. കാസർഗോഡ് കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. തമിഴ്നാട് ഓവറോൾ ജേതാക്കൾ. 65 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും പാറക്കട്ട ഐല കടപ്പുറം റോഡിന് ശാപമോക്ഷമില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി 2 വരെ. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാനായി ഷാഹിന സലീമിനെ തിരഞ്ഞെടുത്തു. ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്കെത്തുന്നത്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാസർഗോഡ് നഗരസഭയെ ഇനി ഷാഹിന സലീം നയിക്കും. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 39 അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ നിന്നും 24 വോട്ടുകൾ നേടിയാണ് ഷാഹിന സലീം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷാഹിന സലീമിനെ കൂടാതെ BJP കൗൺസിലറായ ശാരദയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നു. ശാരദയ്ക്ക് 12 വോട്ടുകൾ ലഭിച്ചു. 2 സ്വതന്ത്രരും ഒരു LDF കൗൺസിലറും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ജില്ലാ ആസ്ഥാനമായ വിദ്യാനഗർ ഉൾപ്പെടുന്ന ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. മുൻ ഭരണസമിതി നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട്. നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ തന്നെ പൂർത്തീകരിക്കാനുണ്ട്, ഫുട്പാത്തുകൾ പൂർത്തീകരിക്കാനുണ്ട്. ഒട്ടനവധി പദ്ധതികൾ മുൻ ഭരണസമിതിയിലുണ്ട്. തീർച്ചയായും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ടൗണിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ MLA MP-യുമായി സഹകരിച്ച് സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം മറ്റൊരു പദ്ധതിയാണ്. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നവരുണ്ട്. അതേപോലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വഴിയോര കച്ചവടക്കാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ജെൻസി കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. കാരണം നമ്മുടെ കുട്ടികൾ സ്മാർട്ടാണ്. വെറും സ്മാർട്ടായതൊന്നും കാര്യമില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, രോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ വേണ്ടത് നമ്മുടെ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, if there is a will, there is a way. അപ്പൊ അതിനെ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. If there is a will, there are many ways to get it done. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഒട്ടനവധി വികസന വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായവും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.
തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ്. പിതാവും മകളും ഒരേ സമയം സമീപ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു എന്ന പ്രത്യേകതയും കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷയ്ക്കുണ്ട്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് 40 വയസ്സുകാരിയായ ഷാഹിന സലിം. MBA ബിരുദധാരിയാണ്. 2010-ൽ ചെങ്കള പഞ്ചായത്ത് ചെർക്കള ടൗൺ വാർഡിൽ നിന്നും കന്നി മത്സരത്തിൽ 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ജനപ്രതിനിധിയായുള്ള ഷാഹിനയുടെ രംഗപ്രവേശം. 2 വർഷത്തിന് ശേഷം 2012-ൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷയായി. 2015-ൽ നാരമ്പാടി 5-ാം വാർഡിൽ നിന്നും 323 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായത്. ഷാഹിന നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. 2016-ൽ വനിതാ ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായും 2019 മുതൽ 2023 വരെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ STU കുടുംബശ്രീ തൊഴിലുറപ്പ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റാണ്. ദേളി സാദിയ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം BSc ബയോടെക്നോളജിയും MBA ബിരുദവും നേടി. പൊതുമരാമത്ത് കരാറുകാരനായ C സലീമാണ് ഭർത്താവ്. താഹിറയാണ് മാതാവ്. ഷൻസ, ഷിമാസ് എന്നിവർ മക്കളാണ്. വിദ്യാനഗറിലാണ് ഷാഹിന സലിം കുടുംബസമേതം താമസിക്കുന്നത്. നേരത്തെ ചെർക്കളയിലായിരുന്നു താമസം. 5 വർഷം മുൻപാണ് വിദ്യാനഗറിലേക്ക് സകുടുംബം താമസം മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനായി VV രമേശനെ തിരഞ്ഞെടുത്തു. ഇത് 2ാം തവണയാണ് VV രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. 47-അംഗ കൗൺസിൽ LDFിലെ 22 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് രമേശൻ ചെയർമാനായത്. UDFിലെ MP ജാഫർ 21 വോട്ട് നേടി. LDF സ്ഥാനാർത്ഥിയായി CPIMലെ VV രമേശിനെ അരയി വാർഡ് കൗൺസിലർ വിജയൻ മണക്കാടാണ് നിർദ്ദേശിച്ചത്. 22-ാം വാർഡ് കൗൺസിലർ K മിനിമോൾ പിന്താങ്ങി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട VV രമേശൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. UDFിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ MP ജാഫറിനെ 21-ാം വാർഡ് കൗൺസിലർ അനിൽ വാഴ്ന്നൂറടി നിർദ്ദേശിച്ചു. 27-ാം വാർഡ് കൗൺസിലർ അബ്ദുള്ള പടന്നക്കാട് പിന്താങ്ങി. BJP ചെയർമാൻ സ്ഥാനാർത്ഥിയായി M ബൽരാജിനെ 5-ാം വാർഡ് കൗൺസിലർ M പ്രശാന്ത് നിർദ്ദേശിച്ചു. 6-ാം വാർഡ് കൗൺസിലർ HR സുകന്യ പിന്താങ്ങി. നിലവിൽ LDFിന് 22, UDFിന് 21, BJPക്ക് 4 അംഗങ്ങളാണുള്ളത്. ഇത് 2ാം തവണയാണ് VV രമേശൻ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ട് കാഞ്ഞങ്ങാടിൻ്റെ നഗരപിതാവാണ്. മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് വരുന്ന 5 വർഷം മാത്രമല്ല, ഒരു 25 വർഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നഗരസഭാ ഭരണസമിതി എന്ന് പറയുന്നത് ഭരണസമിതിയാണ്. 47 പേരും അടങ്ങുന്ന ഭരണസമിതിയാണ് ഈ നഗരത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. PP മുഹമ്മദ് റാഫിയെ നീലേശ്വരം നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുത്തു. നീലേശ്വരം നഗരസഭാ ചെയർമാനായി CPMലെ PP മുഹമ്മദ് റാഫിയെ തെരഞ്ഞെടുത്തു. UDFിലെ E ഷജീറിനെ 13-നെതിരെ 21 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റാഫി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കടിച്ചിറ വാർഡിൽ നിന്നുമാണ് മുഹമ്മദ് റാഫിയെ നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുത്തത്. മുഹമ്മദ് റാഫിയെ AV സുരേന്ദ്രൻ നിർദ്ദേശിക്കുകയും PV സതീശൻ പിന്താങ്ങുകയും ചെയ്തു. ഷജീറിനെ A രാജൻ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗിലെ NA നദീറ പിന്താങ്ങി. CPM ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് റാഫി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോട്ട് ബൈക്കിന്റെ താക്കോൽ ലിഫ്റ്റ് ബേസ്മെന്റ് ചേംബറിലെ കുഴിയിൽ വീണത് എടുത്തു നൽകി അഗ്നിരക്ഷാസേന. കാസർഗോഡ് നഗരമധ്യത്തിൽ സിറ്റി മാൾ കെട്ടിടത്തിലെ 4-ാം നിലയിലെ ലിഫ്റ്റ് റൂമിൽ വെച്ചാണ് സംഭവം.
പൈക്കിൻ ഫുഡ് ഡെലിവറി ജീവനക്കാരനും കമ്പാർ സ്വദേശിയുമായ സിർമിത്തിന്റെ സ്പ്ലെൻഡർ ബൈക്കിന്റെ താക്കോലാണ് അബദ്ധവശാൽ ലിഫ്റ്റ് റൂമിന്റെ അടിഭാഗത്തുള്ള സുഷിരത്തിലൂടെ താഴേക്ക് വീണത്. ബൈക്കിന്റെ താക്കോൽ ലിഫ്റ്റ് ബേസ്മെന്റ് ചേംബറിലെ കുഴിയിൽ വീണപ്പോൾ അഗ്നിരക്ഷാസേന എത്തുകയും താക്കോൽ എടുത്തു നൽകുകയും ചെയ്തു. കാസർഗോഡ് നഗരമധ്യത്തിൽ സിറ്റി മാൾ കെട്ടിടത്തിലെ 4ാം നിലയിലെ ലിഫ്റ്റ് റൂമിലായിരുന്നു സംഭവം. അതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പൈക്കിൻ ഫുഡ് ഡെലിവറി ജീവനക്കാരനും കമ്പാർ സ്വദേശിയുമായ സിർമിത്തിന്റെ സ്പ്ലെൻഡർ ബൈക്കിന്റെ താക്കോലാണ് അബദ്ധവശാൽ ലിഫ്റ്റ് റൂമിന്റെ അടിഭാഗത്തുള്ള സുഷിരത്തിലൂടെ താഴേക്ക് വീണത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ഇത്തരത്തിൽ താക്കോൽ നഷ്ടമായത്. താക്കോൽ എടുക്കുവാൻ സിർമിത്ത് ഏറെ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ബൈക്ക് എടുക്കാം എന്ന പ്രതീക്ഷയിൽ സിർമിത്ത് മടങ്ങിയെങ്കിലും സ്പെയർ താക്കോൽ കണ്ടെത്തുവാൻ സാധിച്ചില്ല. തുടർന്ന് വ്യാഴാഴ്ച ജോലിയിൽ പ്രവേശിച്ച ശേഷം കാസർഗോഡ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു. ഉടൻ തന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേന സിറ്റി മാളിലെത്തി. താഴത്തെ നിലയിലെ ബേസ്മെന്റ് ചേംബറിൽ 2 മീറ്റർ ആഴത്തിൽ വെള്ളത്തിലായി ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കിടന്നിരുന്ന താക്കോൽ ടോർച്ച് വെളിച്ചത്തിന്റെ സഹായത്താൽ കണ്ടെത്തി. 1/2 ഇഞ്ച് പൈപ്പ് പോകുന്ന ദ്വാരത്തിലൂടെ അരമണിക്കൂർ നീണ്ട ശ്രമഫലമായി താക്കോൽ പുറത്തെടുത്ത് ഉടമസ്ഥന് കൈമാറി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ MA വൈശാഖ്, MM അരുൺകുമാർ, J അനന്തു, KV ശ്രീജിത്ത് എന്നിവരും അഗ്നിരക്ഷാസേന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്രിസ്തുമസ് ദിനത്തിൽ മായമില്ലാത്ത കറി പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ വെച്ച് നടന്നു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2026 കലണ്ടർ പ്രകാശനവും കറി പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടക്കുന്ന മിനി സരസ് മേളയിൽ വെച്ച് നടന്നു. കലണ്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനന് നൽകിക്കൊണ്ട് കുടുംബശ്രീ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS പ്രകാശന കർമ്മം നിർവഹിച്ചു. അതുപോലെ ടേക്ക് അവേ കൗണ്ടർ, നല്ല ചിക്കൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മൊത്തം 50 ടേക്ക് അവേ കൗണ്ടറുകളാണ് തുടങ്ങുന്നത്. ജനുവരി 15 നമുക്ക് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന രൂപത്തിൽ സ്ഥലങ്ങളും അതിന്റെ കുറവുള്ള ആൾക്കാരെയും ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 50 ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണിയും സംരംഭകർക്ക് വരുമാന ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അടക്കമുള്ള ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് കുടുംബശ്രീ കടന്നു കഴിഞ്ഞു. ഈ രംഗത്തെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന മിഷന്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും H ദിനേശൻ IAS പറഞ്ഞു. കുടുംബശ്രീ പുറത്തിറക്കുന്ന ബ്രാൻഡഡ് കറി പൗഡറുകളുടെ ലോഞ്ചിങ്ങും വേദിയിൽ വെച്ച് നടന്നു. സംരംഭകരിൽ നിന്നും H ദിനേശൻ IAS കറി പൗഡർ ഏറ്റുവാങ്ങി. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങളും പ്രവർത്തനങ്ങളും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ വിവിധ പരിപാടികളുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയ കലണ്ടർ രൂപകൽപ്പന ചെയ്തത് സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ D ഹരിദാസ്, CH ഇക്ബാൽ, കിഷോർ കുമാർ, ഉദുമ CDS ചെയർപേഴ്സൺ K സനൂജ, ഐഫ്രം ഡയറക്ടർ V സജിത്ത് എന്നിവർ സംസാരിച്ചു. കൊറഗ അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്റർ S യദുരാജ് സ്വാഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ A ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷവും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. ചിറ്റാരിക്കൽ കുന്നുംകൈയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ചീമേനി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം ചെമ്പംകുന്നിലായിരുന്നു അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. 65 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും പാറക്കട്ട ഐല കടപ്പുറം റോഡിന് ശാപമോക്ഷമില്ല. കരാറുകാരൻ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തകർന്ന് തരിപ്പണമായി കാലങ്ങളായി യാത്രാ ദുരിതം നേരിടുന്ന പാറക്കട്ട ഐല കടപ്പുറം റോഡിന് ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ഉപയോഗിച്ച് 65 ലക്ഷം രൂപ അനുവദിച്ചിട്ടും കരാറുകാരൻ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. AKM അഷ്റഫ് MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് റോഡിന് ശാപമോക്ഷമേകുവാൻ തുക അനുവദിച്ചത്.
എന്നാൽ കരാറുകാരന്റെ ഉത്തരവാദിത്വമില്ലായ്മയും നിഷേധാത്മക നിലപാടും കാരണം തങ്ങൾ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ, ആരാധനാലയങ്ങൾ അടക്കം ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന പ്രധാന പാതയാണിത്. നൂറുകണക്കിന് യാത്രക്കാർ ദിനംപ്രതി കടന്നുപോകുന്ന പാതയായിട്ടും നടപടിയുണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മെറ്റൽ മിശ്രിതം പാകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും മറ്റ് പ്രവൃത്തികളൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. സ്കൂൾ കുട്ടികളടക്കം നടന്നുപോകുന്ന പാതയിൽ എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ മെറ്റൽ മിശ്രിതം ഇളകിത്തെറിക്കുന്നത് വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. ഡ്രെയിനേജുകളുടെ സ്ലാബുകളടക്കം തുറന്നിട്ടിരിക്കുന്നതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പണിയെല്ലാം തുടങ്ങി വെക്കുന്നത് ഈ സ്കൂളില്ല സമയത്ത് മാത്രമാണ് ഇവർ റോഡിൻ്റെ പണിയും ഈ ഡ്രെയിനേജിൻ്റെ പണിയും എല്ലാം നടക്കുന്ന ഈ സ്കൂൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അവർ ഒരു പണിയും ഇവിടെ നടത്തുന്നില്ല. എല്ലാം ഈ കുഞ്ഞോളെ കൊണ്ടുപോകാനുള്ള വണ്ടി, എത്ര വണ്ടി, എല്ലാ സ്കൂളിൻ്റെ വണ്ടിയിലെ പാസ്സാകുന്നു. ചെറിയ ചെറിയ റിക്ഷക്കാർക്കാണ് ഞങ്ങൾക്കാണ് വലിയ അടി വരുന്നത്. ഒരു ടയർ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 4000 റുപ്യ എടുത്ത് വരുന്നത്. നമുക്ക് കിട്ടുന്നത് തുച്ഛമായ ഒരു വാടകയാണ്. നമുക്ക് പിന്നെ കുഞ്ഞോളെ ഇവിടുത്തെ സ്കൂളിന് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ട് നമ്മൾ മാത്രം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ റൂട്ടിലേ വരില്ല. ഇപ്പം ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ 3 ദിവസവും ഒരു വണ്ടി റോളർ വന്നിട്ട് അമർത്തിയോ ഒന്നും ചെയ്തില്ല. ഇത് അമർത്തിയതിൻ്റെ സിസ്റ്റം ശരിയുമില്ല. എന്നുവെച്ചാൽ ഇത് സിമെൻറ്റ് പൊടി ഇട്ടിട്ടായിട്ട് കുറച്ച് വെള്ളം അടിച്ചിട്ട് ലെവലാക്കിയിട്ട് പക്ഷേ മാത്രമേ റോളർ ഇട്ട് അമർത്തിയാൽ അത് കുറച്ച് സിറ്റിങ് ആവും, അല്ലെങ്കിൽ അത് സെറ്റാവില്ല. ഇപ്പോൾ ഒരു നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒലിച്ചിട്ട് പോകും, എല്ലാം കലങ്ങിയിട്ട് പോകും. ഇതെല്ലാം വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന പണിയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്നവരെ ഇവർ എന്താക്കി ഇതുവരെ ഉറങ്ങിയതാണ്. റോഡിന്റെ പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ കരാറുകാരൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ തൈക്കീൽ അയ്യപ്പ ഭജനമഠം പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ വിളക്ക് പൂജ നടത്തി. നിരവധി ഭക്തർ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ തൈക്കീൽ അയ്യപ്പ ഭജനമഠം പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ വിളക്ക് പൂജ നടത്തി. ആശാ സുരേഷ് കാർമ്മികത്വം വഹിച്ചു. നാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾ വിളക്ക് പൂജയിൽ അണിചേർന്നു. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ശരണമന്ത്രത്തിലെ അദ്വൈത ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി രമേശൻ പുന്നത്തിരിയൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. ഡിസംബർ 27 രാത്രി 8 മണിക്ക് ഡാൻസ് നൈറ്റ്, 28 സ്വാമിമാരുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭജനം എന്നിവ നടക്കും. ജനുവരി 4 ശബരിമല യാത്രയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്ത് 17-ാം വാർഡ് BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ബാനു പ്രകാശിനെ അനുമോദിച്ചു. ഇതോടൊപ്പം അരി വിതരണവും നടത്തി. അടൽ ബിഹാരി വാജ്പേയി ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അടൽ ബിഹാരി വാജ്പേയി ജന്മശതാബ്ദി പരിപാടിയോടനുബന്ധിച്ച് മധൂർ പഞ്ചായത്ത് 17-ാം വാർഡ് BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ബാനു പ്രകാശിനെ അനുമോദിച്ചു. ഇതോടൊപ്പം അരി വിതരണവും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാബല റായ്, ചന്ദ്രഹാസ മാസ്റ്റർ, രാധാകൃഷ്ണ സൂർലു, പുരുഷോത്തമ കാളിയങ്കാട്, അശോക് നായിക്, യശോദ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സുരേഷ് കാളിയങ്കാട് സ്വാഗതവും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രേപ്പാടി നന്ദിയും പറഞ്ഞു. ചടങ്ങിന് ശേഷം വാർഡിലെ മുഴുവൻ വീടുകളിലും അരി വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാനായി KM ഹനീഫിനെ തിരഞ്ഞെടുത്തു. 39 അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ 24 വോട്ടുകൾ നേടിയാണ് KM ഹനീഫ് വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാസർഗോഡ് നഗരസഭയുടെ വൈസ് ചെയർമാനായി KM ഹനീഫിനെ തിരഞ്ഞെടുത്തു. 39 അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ 24 വോട്ടുകൾ നേടിയാണ് KM ഹനീഫ് വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എതിർ സ്ഥാനാർത്ഥിയായ BJPയിലെ രവീന്ദ്ര പൂജാരിക്ക് 12 വോട്ടുകളാണ് ലഭിച്ചത്. 2 സ്വതന്ത്രരുടെയും ഒരു LDF കൗൺസിലറുടെയും വോട്ടുകൾ അസാധുവായി.
കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കാസിലേൻ വാർഡിൽ നിന്നും നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ഇക്കുറി KM ഹനീഫ് പള്ളിക്കാൽ വാർഡിൽ നിന്നും ജനവിധി തേടിയത്. മികച്ച ജനപിന്തുണയുള്ള നേതാവായതിനാൽ തന്നെ പള്ളിക്കാൽ വാർഡിൽ നിന്നും കാസർഗോഡ് നഗരസഭയിലെ ഏറ്റവും ഉയർന്ന വോട്ട് നേടിയാണ് ഹനീഫ് ഇക്കുറി വിജയിച്ചത്. 825 വോട്ട് നേടിയ ഹനീഫ് 733 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ KM ഹനീഫ് കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാനായി ചുമതലയേറ്റു. കാസർഗോഡ് നഗരത്തിന്റെ വികസന പദ്ധതികൾക്കും ജനകീയ പ്രവർത്തനങ്ങൾക്കും പ്രാമുഖ്യം നൽകിയായിരിക്കും പുതിയ ഭരണസമിതി പ്രവർത്തിക്കുകയെന്നും ജനകീയ നേതാവായ KM ഹനീഫിന്റെ വൈസ് ചെയർമാനായുള്ള സാന്നിധ്യം നഗരസഭാ ഭരണത്തിന് പുതിയ കരുത്ത് നൽകുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. 39 അംഗ കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് മുസ്ലിം ലീഗിന്റെ ചിറകിലേറി UDF അധികാരത്തിലെത്തിയത്. കാസർഗോഡ് നഗരസഭയിലെ നിലവിലെ UDFന്റെ അംഗബലം 24 ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ 5 ദിവസങ്ങളിലായി കായികാസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 26 പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി. നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാടിനൊപ്പം പോണ്ടിച്ചേരിയും കേരളവും ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ വീറുറ്റ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത്. ഉത്തര മധ്യ വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളെക്കാൾ മികവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന ടീമുകൾക്കായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ടെന്നിക്കോയ്റ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 26 പോയിന്റ് നേടിയാണ് തമിഴ്നാട് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത്. 15 പോയിന്റുമായി പോണ്ടിച്ചേരിയാണ് 2ാം സ്ഥാനത്ത്. ആതിഥേയരായ കേരളം 13 പോയിന്റുമായി 3ാം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാട് ജേതാക്കളായി. കേരളം 2ാം സ്ഥാനം നേടി. പെൺകുട്ടികളിൽ പോണ്ടിച്ചേരിക്കാണ് 1ാം സ്ഥാനം. തമിഴ്നാട് 2ാം സ്ഥാനം നേടി. വ്യക്തിഗത മത്സരത്തിലെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ M ജോയൽ തമിഴ്നാട് 1ാം സ്ഥാനം നേടി. M സൂരജ് കൊസൻ ജോയ് തമിഴ്നാട് 2ാമത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പോണ്ടിച്ചേരിയുടെ പവിഷിക 1ഉം A അസ്മിത 2ഉം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ ഡബിൾസിൽ കേരളത്തിന്റെ T ആദ്യന്ത് EM കൃഷ്ണദേവ് ടീം ജേതാക്കളായി. തമിഴ്നാടിന്റെ BS യുതിക BA കൃഷിത ടീം 2ാം സ്ഥാനം നേടി. മിക്സഡ് ഡബിൾസിൽ കേരളത്തിന്റെ N മുഹമ്മദ് M തേജശ്രീ ടീം ജേതാക്കളായി. ആന്ധ്രാപ്രദേശിന്റെ ഗൊല്ല പുരുഷോത്തം നെയ്യല ദിവ്യ ടീമിനാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോളർ M സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം M രജീഷ് ബാബു, ജനറൽ കൺവീനർ KV ഗോപാലൻ, രക്ഷാധികാരി KV രാഘവൻ മാസ്റ്റർ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ മാസ്റ്റർ, ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ദേശീയ സെക്രട്ടറി A ദിനേശ് കുമാർ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ NA മുനീർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉറുമീസ് തൃക്കരിപ്പൂർ, സ്പോർട്സ് കൗൺസിൽ അംഗം K മധുസൂദനൻ, ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ബാലകൃഷ്ണൻ മാസ്റ്റർ, സെക്രട്ടറി KV ബിജു മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് M രവി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി 6 ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കി നൽകിയ V രാജീവൻ, K ശ്രീജിത്ത് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാനം കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി 2 വരെ നടക്കും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലും ദക്ഷിണ കർണാടകയിലും കേൾവി കേട്ട മുളിയാർ കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാനത്തെ വാർഷിക കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി 2 വരെ നടക്കും. കളിയാട്ട മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് ബ്രഹ്മശ്രീ ഇരിവൽ കേശവതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 9 മണിയോടെ കാവിലും കൊട്ടാരത്തിലും കളരിവീട് പടിപ്പുരയിലും ശുദ്ധികലശം നടക്കും. 28-ന് ഞായറാഴ്ച രാവിലെ കളരി, കൊട്ടാര സന്നിധികളിലെ ആനപ്പന്തൽ അലങ്കരിക്കലും വൈകുന്നേരം 3 മണിക്ക് നാൽവർ ദൈവങ്ങളുടെ മൂലസ്ഥാനമായ കാവിൽ നിന്നും തിരുവായുധങ്ങളും ഭണ്ഡാരവും കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കലും നടക്കും. രാത്രി 7 മണിക്ക് ഇളയോർ ദൈവങ്ങളുടെ ദർശനവും കളരി വീട്ടിലേക്കുള്ള പുറപ്പാടും നടക്കും.
രാത്രി 9 മണിക്ക് കളരി വീട്ടിൽ നിന്നും തിരുവായുധങ്ങളോടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദിക ധാർമ്മിക ചടങ്ങുകൾ നടക്കും. സമാപന ദിനമായ ജനുവരി 2 രാവിലെ 9 മണിക്ക് കഴകം ഒപ്പിക്കൽ ചടങ്ങും വിളക്കിലരിയും നടക്കും. നാൽവർ ദൈവങ്ങളുടെ വെളിച്ചപ്പാടിന്റെ ദർശനത്തോടെ തിരുവായുധങ്ങളുമായി മഹാലിംഗേശ്വര ക്ഷേത്രത്തിലേക്കും കളരി വീട്ടിലേക്കുമുള്ള എഴുന്നള്ളത്തിനു ശേഷം പുതുക്കുടി തറവാട്ടുകാർക്കും ഭണ്ഡാര വീട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും പ്രസാദ വിതരണത്തോടെ കളിയാട്ടത്തിന് സമാപനം കുറിക്കും. അപ്പോൾ ഈ കളിയാട്ടം കാണാൻ, ഉത്സവം കാണാൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ നിന്നും അതിനു പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ഈ വർഷവും അത് ഉണ്ടാവും. ഉത്സവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള വിപുലമായ സംവിധാനങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ പതിവുപോലെ ഇത്തവണയും ഉണ്ടാവും. ഏറ്റവും മനോഹരമായ തെയ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തുളുനാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾക്കും കൂടി അവിടെ പ്രാമുഖ്യമുണ്ട്, പ്രത്യേകിച്ച് പഞ്ചുരുളിയെ പോലുള്ള. അപ്പോൾ അത്തരത്തിലുള്ള തെയ്യങ്ങളുടെ ഒരു വലിയ സങ്കേതമാണിത് നാടോടി ദേവസ്ഥാനം. അതിനെല്ലാം അപ്പുറം നമ്മുടെ വടക്കൻ പ്രദേശത്തെ കാവുകൾക്കോ കഴകങ്ങൾക്കോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വേറൊരു വലിയ പ്രത്യേകത ഈ നാൽവർ ദേവസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു സമുച്ചയമാണത്. കാവ്, കളരി, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സംവിധാനമാണ്. അപ്പോൾ അവിടെ എത്രയോ നൂറ്റാണ്ടുകളായി, 6-8 നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആ പടിപ്പുരിൽ നടന്നു വരുന്ന തർക്കപരിഹാരം, പ്രശ്നപരിഹാരം, അതിപ്പോൾ ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ത്രൂ ഔട്ട് ദ ഇയർ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിയമ വിദ്യാർത്ഥികൾ പോലും അത് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും പതിവായിട്ട് അവിടെ വരുന്നുണ്ട്. കാരണം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയിട്ട് പോലും തീരാത്ത പ്രശ്നങ്ങളാണ് അവിടെ ഈ ട്രസ്റ്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പരിഹരിക്കുന്നത്. അത് കാനത്തൂർ നാൽവർ ദൈവസ്ഥാനം ഭരണസമിതി ജനറൽ സെക്രട്ടറി KP ബലരാമൻ നായർ, KP ബാലചന്ദ്രൻ നായർ, KP സോമചന്ദ്രൻ നായർ, KP ജയകൃഷ്ണൻ, E ഗിരീഷ് കുമാർ, VV പ്രഭാകരൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ P വേണുഗോപാലൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൂടെ താമസിച്ചിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. തൃക്കരിപ്പൂരിലെ മുഹമ്മദ് അലിക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കൂടെ താമസിച്ചിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. വിവാഹമോചിതയായ 39-കാരിയുടെ പരാതിയിൽ തൃക്കരിപ്പൂരിലെ മുഹമ്മദ് അലിക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. 2019 മുതൽ ഒന്നിച്ച് താമസിക്കുന്ന മുഹമ്മദ് അലി തന്നെ പലതവണ ബലാത്സംഗം ചെയ്യുകയും വൻ തുക കടമായി കൈക്കലാക്കി വഞ്ചിക്കുകയും ചെയ്തിരുന്നു എന്ന് യുവതി ചന്ദേര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. മുഹമ്മദ് അലിയെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൊഴിലുറപ്പ് തൊഴിലാളികൾ വെള്ളിക്കോത്ത് തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി വെള്ളിക്കോത്ത് തപാൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം R ബാലകൃഷ്ണൻ ആറാട്ടുകടവ് ഉദ്ഘാടനം ചെയ്തു. കുടുംബനാഥന്മാരുടെ വരുമാനം മാത്രമല്ല, കുടുംബിനികളുടെയും അതുപോലെ തൊഴിലുറപ്പ് ജോലി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെയും ഭാഗമായി നമ്മുടെ മക്കളെ ഒറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേതനം, തൊഴിലാളികളുടെ വേതനം കൂടി ചേരുമ്പോൾ അവർക്ക് കുടുംബത്തിനകത്ത് മാന്യമായ പരിഗണന ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം വേണമെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിൽ നീട്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് രൂപ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ നിയമത്തിന്റെ ഭാഗമായാണ്. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടാട്ട് കൃഷ്ണൻ, സേതു കുന്നുമ്മൽ, C കണ്ണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, AV രാമചന്ദ്രൻ, KV ജയപാലൻ, C സാവിത്രി, M സരസ്വതി, കമലാക്ഷൻ കൊളവയൽ, പവിത്രൻ രാമഗിരി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി MG പുഷ്പ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മാതൃസമിതിയുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. പനത്തടി ആലിങ്കാൽ അയ്യപ്പ ഭജന മന്ദിരത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. തിടമ്പ് താലപ്പൊലി ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. നിത്യചൈതന്യ വാദ്യകലാസംഘം പൂടം കല്ലടുക്കം പനത്തടിയിലെ ശിങ്കാരിമേളം ശ്രദ്ധേയമായി.
തുടർന്ന് വിവിധ പ്രദേശ മാതൃസമിതി അംഗങ്ങളുടെ തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറി. നിരവധി ആളുകളാണ് മണ്ഡലവിളക്ക് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പനത്തടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ നഗരസഭകളിൽ ഇനി പുതിയ ചെയർമാൻമാർ. കാസർഗോട്ട് ഷാഹിന സലീം, കാഞ്ഞങ്ങാട്ട് വി രമേശൻ, നീലേശ്വരത്ത് പി മുഹമ്മദ് റാഫി. കാസർഗോട്ട് ബൈക്കിന്റെ താക്കോൽ ലിഫ്റ്റ് ബേസ്മെന്റ് ചേംബറിലെ കുഴിയിൽ വീണു, രക്ഷകരായി അഗ്നിരക്ഷാസേന. ക്രിസ്തുമസ് ദിനത്തിൽ മായമില്ലാത്ത കറിപ്പൗഡറും കലണ്ടറും പുറത്തിറക്കി കുടുംബശ്രീ. കലണ്ടർ പ്രകാശനവും കറിപ്പൗഡർ ലോഞ്ചിങ്ങും ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്നു. കാസർഗോഡ് കുന്നുംകൈയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഡ്രൈവർ കുന്നുംകൈ മുള്ളിക്കാട് സ്വദേശി പ്രവീണാണ് മരിച്ചത്. ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. തമിഴ്നാട് ഓവറോൾ ജേതാക്കൾ. 65 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും പാറക്കട്ട ഐല കടപ്പുറം റോഡിന് ശാപമോക്ഷമില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി 2 വരെ. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.